10 ലക്ഷം പേരെ ഉടനടി ചൊവ്വയിലെത്തിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് മനസ്സു തുറന്ന് ഇലോൺ മസ്ക്. 1 ദശലക്ഷം ആളുകളെ ചൊവ്വയിൽ കൊണ്ടുപോകാനുള്ള ഒരു ഗെയിം പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കുകയാണ്. ഒരു ദിവസം ചൊവ്വയിലേക്കുള്ള യാത്ര വിമാനത്തിൽ കയറി മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നതിനോട് സമാനമാകും. US ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ഭൂമിയിൽ നിന്ന് 34 ദശലക്ഷം മൈലുകൾ അകലെ മനുഷ്യർക്ക് സ്ഥിരമായി ജീവിക്കാൻ കഴിയുന്ന സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഹൈഡ്രോപോണിക്സ് ഫാമുകളുള്ള ഒരു സുസ്ഥിരമായ നഗരം ചൊവ്വയിലുണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിന് മറുപടിയായാണ് വീണ്ടും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. അത് നമ്മെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകും എന്ന പോസ്റ്റിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഭൂമിയിൽ നിന്ന് യാതൊരു പിന്തുണയുമില്ലാതെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു പ്രാദേശിക പാരിസ്ഥിതിക സംവിധാനം ചൊവ്വയിൽ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സൂചന നൽകി. ഭൗമവിതരണ കപ്പലുകൾ വരുന്നത് നിർത്തിയാലും ചൊവ്വയ്ക്ക് അതിജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നാഗരികത ഗ്രേറ്റ് ഫിൽട്ടറിനെ മറികടക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഒരു ദിവസം ചൊവ്വയിലേക്കുള്ള യാത്ര ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് വിമാനം കയറിപ്പോകുന്നത് പോലെയാകുമെന്ന് ചുവന്ന ഗ്രഹത്തിലേക്കുള്ള സ്റ്റാർഷിപ്പ് വിക്ഷേപണത്തെക്കുറിച്ച് ചോദിച്ച ഉപയോക്താക്കൾക്ക് മറുപടിയായി മസ്ക് പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ സ്റ്റാർഷിപ്പിന് ചന്ദ്രനിലെത്താൻ കഴിയുമെന്ന് സ്പേസ് എക്സിന്റെ സ്ഥാപകൻ കൂടിയായ മസ്ക് കഴിഞ്ഞയാഴ്ച പറഞ്ഞതിന് പിന്നാലെയാണിത്. സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ഷിപ്പ് മനുഷ്യരെ അരനൂറ്റാണ്ടിനുള്ളിൽ തന്നെ ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരത്തേക്ക് കൊണ്ടുപോകും. അതേസമയം അടുത്ത 8 വർഷത്തിനുള്ളിൽ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ സ്പേസ് എക്സിന് കഴിയുമെന്ന് ജനുവരിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി 8 വർഷം കഴിഞ്ഞ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഞങ്ങൾ ചൊവ്വയിൽ ഇറങ്ങിയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയച്ചിരിക്കുമെന്നും ഞാൻ കരുതുന്നു, മസ്ക് പറഞ്ഞു. ചന്ദ്രനിൽ സ്ഥിരമായി അധിനിവേശമുള്ള മനുഷ്യ അടിത്തറ ഉണ്ടായിരിക്കണമെന്നാണ് മസ്ക് അവകാശപ്പെടുന്നത്. ചൊവ്വയിൽ ഒരു സ്വയം സുസ്ഥിരമായ നഗരം പണിയുകയും ഭൂമിയിലെ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും അവിടെ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ വലിയ പദ്ധതിയെന്ന് 2022 മസ്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഒരു ഭാവികാല നോഹയുടെ പേടകത്തോടാണ് മസ്ക് അന്ന് തങ്ങളുടെ ദൗത്യത്തെ ഉപമിച്ചത്.